ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ബ്രെഡ് കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒട്ടും വായിക്കാനും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഈ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം, കാരമൽസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നിരത്തി കൊടുക്കുക. എന്നിട്ട് തന്നെ ഒന്ന് മെൽറ്റായി വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി സൈഡിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾ വെച്ചുകൊണ്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു കളർ ചേഞ്ചിലേക്ക് വരും. എന്നിട്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് നേരം നമ്മളിട്ട് ഇളക്കി അതിനെ ഭയങ്കര കളറിലേക്ക് കൊണ്ടുപോകേണ്ട. ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്ന സമയത്ത് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും. പിന്നെ ഒരു കയ്പ്പ് ചുവയായിരിക്കും നമ്മുടെ ഫുഡിനുണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. അപ്പോൾ ഈ കാരമൽ ചെയ്ത പഞ്ചസാര ഞാൻ ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് ബ്രെഡാണ്. ഞാൻ 4 ബ്രെഡാണ് ഇവിടെ എടുക്കുന്നത്. 4 സൈഡും കളഞ്ഞിട്ടുള്ള, അതായത് നമ്മുടെ ആ ഒരു ബ്രൗൺ കളർ വരുന്ന 4 സൈഡും സ്ലൈസ് ചെയ്ത് കളഞ്ഞിട്ടുള്ള ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ബ്രെഡൊക്കെ എടുക്കാം കേട്ടോ. നമുക്ക് ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് ബ്രെഡൊക്കെ കൂട്ടിയൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടിലൊട്ടും വെള്ളമേ ഇല്ലാത്ത ജാറിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി ഇതുപോലൊരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 1/4 ഗ്ലാസ് പാലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു പാത്രം എടുക്കുന്നത് നമുക്ക് ഇതിലേക്കൊന്ന് കുറുക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറ്റിയ ഒരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ടയാണ് കേട്ടോ, ഒരു കോഴിമുട്ട. അതുപോലെ തന്നെ ഒരടപ്പ് വാനില എസൻസ്. പിന്നെ നമ്മൾ കുറച്ച് ഇതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര, ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. എന്നിട്ട് നല്ലപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് ക്രംസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് കൈ എടുക്കാതെ ഒന്ന് കുറുക്കിയെടുക്കണം. ഒരുപാട് തിക്കായി പോവരുത്, ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ആ ഒരു പരുവം ആകുമ്പോഴത്തേക്കിനും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാട്ടോ ഇതുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കാരമൽ ചെയ്ത പഞ്ചസാര ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു ബാറ്ററും കൂടെ, ബ്രെഡിൻ്റെ ബാറ്ററും കൂടെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് എങ്ങനത്തെ പാത്രം വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് ഇനി ചെറിയ ബൗളാണെങ്കിൽ അങ്ങനെ, ഇനിയും കേക്കിൻ്റെ ട്രേ ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പം ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് ഇത് ആവി കയറ്റാൻ പോകുന്നത്. അപ്പോൾ അതിന് പറ്റിയൊരു പാത്രം, ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രം അതുകൊണ്ടാണ് എടുത്തത്. അപ്പം അതും കൂടെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആവി വെള്ളം ഒന്ന് ഇതിനകത്തോട്ട് തട്ടായിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ വലിയ നമ്മൾ ഈ അലൂമിനിയം പാത്രത്തിനകത്ത്, ഈ ചരുവത്തിനകത്തൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കൊരു മൂടി വെച്ച് അടച്ചാൽ മതി. അപ്പോൾ ഇഡ്ഡലി തട്ടിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ മൂടിയും കൂടെ വെച്ച് കൊടുക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് നല്ലപോലെ ആവി കയറുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. ഇപ്പോൾ ഇതാ നമുക്ക് ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് ഒരു 4-5 മണിക്കൂറത്തേക്ക് വെക്കാം കേട്ടോ. നോർമൽ നമ്മുടെ ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ഇത് എടുത്ത് നോക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇത് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു 4 hours കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാനിത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ഈ സൈഡൊന്ന് നമുക്ക് ഒരു കത്തി വെച്ചിട്ടൊന്ന് കൊടുക്കുക കേട്ടോ, ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്കിത് വിട്ടു പോന്നോളും. എന്നിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് ഫ്ലിപ്പ് ചെയ്ത് എടുക്കുന്ന കേട്ടോ. അപ്പോൾ ഈ കണ്ടില്ലേ, ഇത് ഈ നടുക്കൂന്നൊരു ഇച്ചിരി ഇളകി വരാതെ അവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പം അത് മാത്രം ഒരു ഇതായിട്ട് തോന്നി.
വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം ഞാനത് ചുമ്മാ വീഡിയോ എടുക്കല്ലേ, ഇനിയിപ്പോൾ അത് അങ്ങനെ ആകണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പഞ്ചസാരയോടെ മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അതിന് ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷയില്ലായിരുന്നു, അപാര ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പറഞ്ഞ് തിന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു മുറിച്ച് വെച്ച സാധനം അങ്ങനെ തീർന്നു പോയി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പുഡിംഗ് ആണ് കേട്ടോ. ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന് സത്യം പറഞ്ഞാൽ ഞാനും വിചാരിച്ചില്ല കേട്ടോ. എനിവേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.